ഹായ്, ഇന്ന് ഞാൻ എടുക്കാൻ പോകുന്നത് പോളിനോമിയലിൽ സീറോസ് ഓഫ് ദ പോളിനോമിയൽ എന്താണെന്ന് കാണാനും അതേപോലെ സ്പ്ലിറ്റ് ഇൻ ദ മിഡിൽ ടേംസ് വഴി ആ ഒരു പോളിനോമിയലിൻ്റെ സീറോസ് എങ്ങനെയാണ് കണ്ടുപിടിക്കുക ആൻഡ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ പോളിനോമിയൽ ദ സീറോസ് ആൻഡ് ദ കോയിഫിഷ്യൻസ് അത് പറഞ്ഞുതരാം. ഓരോന്നായിട്ട് നമുക്ക് സെക്ഷൻ ആക്കിയിട്ട് തുടങ്ങുന്നതായിരിക്കും നല്ലത്. ബേസിക്കായിട്ട് വാട്ട് ഇസ് എ സീറോ ആൻഡ് റൂട്ട് ഓഫ് എ പോളിനോമിയൽ. ഓക്കെ, നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഒരു ലീനിയർ പോളിനോമിയൽ എന്താണെന്ന് കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞു തന്നു. എന്താണ് ലീനിയർ പോളിനോമിയൽ? വേർ ദ ഡിഗ്രി എന്താണ്, ഇതിൻ്റെ ഡിഗ്രി എന്താണ്? 1 ആണെങ്കിൽ അതിനെ നമ്മൾ എന്താണ് വിളിക്കുക? ലീനിയർ പോളിനോമിയൽ എന്നാണ് വിളിക്കുക. ഒരു ലീനിയർ പോളിനോമിയലിൻ്റെ സീറോ എന്ന് പറഞ്ഞാൽ എന്താണ്? വാട്ട് ഈസ് ദ ലീനിയർ പോളിനോമിയലിൻ്റെ സീറോ? ഈ ലീനിയർ പോളിനോമിയലിന് എത്ര ഡിഗ്രി ഉണ്ട്? 1 ആണുള്ളത്. സോ അതിന് എത്ര സീറോ ഉണ്ടാവും? 1 സീറോ ആണ് ഉണ്ടാവുക. ഇനി എന്താണ് സീറോ? ഈ ഒരു എക്സ്പ്രഷനെ സീറോ ആക്കാൻ, അതിൻ്റെ വാല്യൂ സീറോ ആക്കാൻ ഏത് നമ്പറാണോ വേണ്ടത് ആ നമ്പറിനെയാണ് നമ്മൾ സീറോ ഓഫ് ദാറ്റ് പോളിനോമിയൽ എന്ന് പറയാം. ഈ ഒരു എക്സ്പ്രഷൻ x+2നെ നമുക്ക് എന്താക്കണം? ഈക്വൽ ടു 0 ആക്കണം. ഓക്കെ, ഇറ്റ് ഇസ് നീഡ് നോട്ട് ബി സീറോ ഓൾവേസ്. ഇത് സീറോ എന്ന് പറയുന്നത് എപ്പോഴും സീറോ ഓഫ് എ പോളിനോമിയൽ സീറോ ആവണം എന്നില്ല. ഇപ്പം ഇതിനെ നമുക്ക് സീറോ ആക്കണമെങ്കിൽ എന്താണ് വേണ്ടത്? x+2 സീറോ ആക്കണമെങ്കിൽ x =-2. അപ്പം ഇതിനെ സീറോ ആക്കാനുള്ള സീറോ ഓഫ് ദിസ് പോളിനോമിയൽ അല്ലെങ്കിൽ റൂട്ട് ഓഫ് ദ പോളിനോമിയൽ ഈസ് -2. കണ്ടോ? അപ്പം ഈ സീറോ ഓഫ് എ പോളിനോമിയൽ ഈസ് നീഡ് നോട്ട് ബി സീറോ ഓൾവേസ്. ഒരിക്കലും സീറോ ആവില്ല. സീറോ ഓഫ് ദ പോളിനോമിയൽ എന്ന് പറഞ്ഞാൽ നിങ്ങൾ സീറോ ആണെന്ന് വിചാരിച്ചിരിക്കരുത്. ആ എക്സ്പ്രഷൻ്റെ വാല്യൂ സീറോ ആക്കാൻ നിങ്ങൾക്ക് ഏത് നമ്പറാണോ വേണ്ടത് ആ നമ്പറിനെയാണ് നമ്മൾ സീറോ ഓഫ് ദാറ്റ് പോളിനോമിയൽ എന്ന് പറയാം. ഓക്കെ, അല്ലെങ്കിൽ അതിന് റൂട്ട് ഓഫ് ദ പോളിനോമിയൽ എന്ന് പറയും. ഇനി ഒരു ലീനിയർ പോളിനോമിയൽ, അതായത് നമ്മളുടെ എക്സിൻ്റെ എക്സ്പൊണൻ്റ് 1 ആണെങ്കിൽ അതിന് ഏകദേശം ഒറ്റ ഒരു എന്തേ ഉണ്ടാവുള്ളൂ? സീറോയേ ഉണ്ടാവുള്ളൂ. ദാറ്റ് ഈസ് ഡിഗ്രിയും നമ്പർ ഓഫ് ദ സീറോസും ഈക്വൽ ആയിരിക്കും. ഇനി ക്വാഡ്രാറ്റിക് പോളിനോമിയലിൽ എക്സ്പൊണൻ്റ് 2 ആണെങ്കിൽ അതിൽ 2 സീറോസ് വരും. നമുക്കിവിടെ വരെയാണ് പഠിക്കാനുള്ളത്. കാര്യമായിട്ട് പഠിക്കാനുള്ളത് ക്വാഡ്രാറ്റിക് പോളിനോമിയലാണ്. x³ എന്ന് പറയുന്ന സമയത്ത് 3 സീറോസ് വരെ നമുക്ക് ആ ഒരു പോളിനോമിയലിൽ നമുക്ക് കിട്ടും. അതായത് 3 ഡിഫറെൻറ്റ് നമ്പേഴ്സ് നമുക്ക് ആ ഒരു പോളിനോമിയലിന് കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ വാല്യൂ എക്സ്പ്രഷൻ നമുക്ക് സീറോ ആയിട്ട് കിട്ടും. മനസ്സിലായോ? ഇതിനെയാണ് നമ്മൾ സീറോസ് ഓഫ് ദ പോളിനോമിയൽ എന്ന് പറയാം. ഇനി ഈ പോളിനോമിയലിൽ ഒരു ലീനിയർ പോളിനോമിയൽ വളരെ ഈസിയാണ്. ലീനിയർ 2x + 5 = 0. ഇതിന് നമുക്ക് എങ്ങനെയാണ് നമുക്ക് പോട്ടെ 10 ആക്കാം. ഓക്കെ, എളുപ്പത്തിൽ ചെയ്യാം. 10 = 0. ഇതിപ്പോൾ നമുക്ക് എന്താണ്? ലീനിയർ പോളിനോമിയലാണ്. ഒറ്റ 0 ഉണ്ടാവുള്ളൂ. 2x = -10, x = -10/2, that is equal to -5 is the zero of this polynomial. ഇത് നമുക്ക് ഒറ്റൊരു 5, ഇതല്ലാതെ നിങ്ങൾക്ക് വേറെ ഏതൊരു നമ്പർ ഇട്ടാലും ഈ ഒരു പോളിനോമിയലിനെ നിങ്ങൾക്ക് സീറോ ആക്കിയിട്ട് കിട്ടില്ല. അതിനുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇതിൻ്റെ ഈ ഒരു ടേമും ഈ ഒരു നമ്പർ ഓഫ് സീറോസും റിലേറ്റഡ് ആണെന്ന്. 1 ഉള്ളൂ ഇവിടെ, ഒരു 1 സീറോ മാത്രമേ നിങ്ങൾക്ക് കിട്ടുള്ളൂ. ഓക്കെ, ഇനി സ്പ്ലിറ്റ് ഇൻ ദ മിഡിൽ ടേം ചെയ്തിട്ട് വേണം നിങ്ങൾക്ക് 2 സീറോസ് കണ്ടുപിടിക്കാൻ. അത് ഏതിലാണ്? അപ്പം 2 ടേം വരുന്നത് ഏതാണ്? ക്വാഡ്രാറ്റിക് പോളിനോമിയലിലാണ്. ക്വാഡ്രാറ്റിക് പോളിനോമിയലിൽ ഒരു എക്സ്പ്രഷനിൽ 2 സീറോസ് വരെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അപ് ടു 2 സീറോസ്. ഓക്കെ, 1 അല്ലെങ്കിൽ 2 ആണ് മാക്സിമം നമുക്ക് ആ ഒരു പോളിനോമിയൽ എക്സ്പ്രഷനിൽ നമുക്ക് എന്തുണ്ടാവുള്ളൂ? സീറോസ് ഉണ്ടാവുള്ളൂ. നമുക്ക് ഒരു ക്വാഡ്രാറ്റിക് പോളിനോമിയൽ ചെയ്തിട്ട് അതെങ്ങനെയാണ് സ്പ്ലിറ്റ് ഇൻ ദ മിഡിൽ ടേംസിൽ സീറോ കണ്ടുപിടിക്കാമെന്ന് നോക്കാം. ഓക്കെ, ഫസ്റ്റ് ഞാൻ എക്സ്പ്രഷൻ എഴുതാൻ പോവാണ്. ഒരു പോളിനോമിയൽ, ഒരു ക്വാഡ്രാറ്റിക് പോളിനോമിയലാണ് എഴുതാൻ പോകുന്നത്. ദാറ്റ് ഈസ് 3x² - 11x - 4. ഓക്കെ, ഇതാണ് ഞാൻ പറയുന്ന ക്വാഡ്രാറ്റിക് എക്സ്പ്രഷൻ. ഇതിൽ നമുക്ക് 3ൻ്റെയും 4ഉം, അതായത് x² കോയിഫിഷ്യൻറ്റും കോൺസ്റ്റൻറ്റും ഇൻറ്റു ചെയ്യണം. ഓക്കെ, 3 × 4 = 12. ഓക്കെ, ഇത് സം 11 സം ചെയ്താൽ കിട്ടണം.
ഓക്കെ, അതായത് ഈ രണ്ടിൻ്റെ അകത്ത് പ്രൊഡക്റ്റ് ഏതോ രണ്ട് നമ്പറുകൾ ഇൻറ്റു ചെയ്ത് കഴിഞ്ഞാൽ 12ഉം ഏതോ രണ്ട് നമ്പർ കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് 11ഉം കിട്ടണം. മനസ്സിലായോ? ഏതോ രണ്ട് നമ്പർ കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് 11ഉം കിട്ടണം. സോറി, ഇതിൻ്റെ അകത്ത് നമുക്ക് -11 എന്ന് എഴുതണം. ഓക്കെ, ഇതിൻ്റെ വാല്യൂ മൈനസ് അല്ലേ ഇവിടെ കൊടുത്തിരിക്കുന്ന, ഇതെന്താണ് ഡിഗ്രി, ഇത് മൈനസ് ആണ്. അതേമാതിരി 3 × -4 is -12. ഓക്കെ, അപ്പം നമുക്ക് രണ്ട് നമ്പർ ഇൻറ്റു ചെയ്ത് കഴിഞ്ഞാൽ -12ഉം രണ്ട് നമ്പർ എന്താണ് പ്ലസ് ചെയ്ത് കഴിഞ്ഞാൽ -11ഉം കിട്ടണം. ഓക്കെ, ഏതോ രണ്ട് നമ്പർ ഇൻറ്റു ചെയ്താൽ 12ഉം ഏതോ രണ്ട് നമ്പർ പ്ലസ് ചെയ്താൽ 11ഉം കിട്ടണം. ഇങ്ങനെയാണ് ഈ നമ്പറിനെ കണ്ടോ. അപ്പോൾ നമ്മൾ ഏതോ രണ്ട് നമ്പർ, ഏത് നമ്പറാണ് 12 എന്ന് പറഞ്ഞാൽ നമുക്ക് ആലോചിച്ചാൽ നമുക്ക് അങ്ങനെ കിട്ടിയിട്ടില്ലെങ്കിൽ ജസ്റ്റ് ഇങ്ങനെ 12ൻ്റെ നമുക്ക് ഫാക്ടറൈസ് ചെയ്ത് നോക്കാം. 12 2 6 നമുക്ക് എളുപ്പത്തിൽ കിട്ടും. എന്നാലും ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു നമ്പർ, വലിയ നമ്പറൊക്കെ കിട്ടിയിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യണമെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. 3 ഇങ്ങനെയാണ് വരിക. ഫസ്റ്റ് നമുക്ക് 2 × 2 4, 4 × 3 12 ആണ്, 4 × 3 12 ആണ്. ഓക്കെ, അപ്പോൾ 4 3യും കൂടി ഇൻറ്റു ചെയ്തപ്പോൾ 12 കിട്ടി. പക്ഷേ അത് രണ്ടും പ്ലസ് ചെയ്ത് കഴിഞ്ഞാൽ 12 കിട്ടുമോ? ഇല്ല അല്ലേ. ഇനി നമുക്ക് എന്താ ഉള്ളത്? 3 × 2 6, 6ഉം 2ഉം പ്ലസ് ചെയ്ത് കഴിഞ്ഞാൽ 11 കിട്ടുമോ? ഇല്ല. അപ്പം നമുക്കിനി എന്താ ബാക്കിയുള്ളത്? ഇത് മൂന്നും കൂടി 3 2s are 6, 6 2s are 12. ഓക്കെ, 12 × 1 അപ്പോൾ എത്രയാണ്? 12 കിട്ടി. അതേമാതിരി ഈ 12ന് 1 മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? 11 കിട്ടും. അപ്പം നമുക്ക് എന്താണ് ചെയ്യേണ്ടത്? രണ്ടിൻ്റെ അകത്ത് നമുക്കിവിടെ എന്താണ് മൈനസ് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എവിടെയാണ് മൈനസ് എഴുതുക? ഒരു രണ്ട് നമ്പർ തമ്മിൽ പ്ലസ് ചെയ്തിട്ട് ഹയസ്റ്റ് നമ്പറിൻ്റെ നമ്മൾ സൈനാണ് നമ്മൾ ഇടുക. അപ്പോൾ 12നായിരിക്കും മൈനസ് വരിക. രണ്ടും കൂടി മൈനസ് ആണെങ്കിൽ നമ്മുടെ പ്രൊഡക്റ്റിൽ എന്ത് വരും? പ്ലസ് ആയിട്ട് പോകും. നിങ്ങൾ ഈ സൈൻസിൻ്റെ നോക്കിയിട്ട് വേണം ചെയ്യാൻ. ഇവിടെ സൈനിൽ -11ഉം -4ഉം ആണുള്ളത്. അതുകൊണ്ടാണ് ഞാനിവിടെ -11ഉം -12ഉം എഴുതിയത്. അപ്പം ഏറ്റവും വലിയ നമ്പറിൻ്റെ സൈൻ ഏതാണോ ആ സൈനാണ് നമ്മൾ പ്ലസ് ചെയ്യുമ്പോൾ ഇടുക. ഓക്കെ, ഇൻറ്റു ചെയ്യുമ്പോൾ രണ്ടും മൈനസ് ആണെങ്കിൽ എന്തായി പോവും? പ്ലസ് ആവും. അപ്പോൾ രണ്ട് സ്ഥലത്തും മൈനസ് ആയതുകൊണ്ട് നമുക്ക് മനസ്സിലായി ഒരു നമ്പറിലെ അത് മൈനസ് വരുന്നുള്ളൂ. ആ നമ്പർ ഹയസ്റ്റ് നമ്പറാണ്, ദാറ്റ് ഈസ് 12 ആണെന്ന് മനസ്സിലായി. ഇനി ഈ 11നെ നമുക്ക് സ്പ്ലിറ്റ് ചെയ്തിട്ട് -12 ആൻഡ് 1 ആക്കി എഴുതണം. അതെങ്ങനെയാണ് എഴുതാൻ നോക്കാം. 3x² - 12x പ്ലസ്, ഇവിടെ പ്ലസ് ആണല്ലോ, +1x -4 എന്ന് എഴുതി. ഈ 11xനെ നമ്മൾ 12x + 1x, അപ്പോഴും നമുക്ക് എന്താണ് കിട്ടുക? -12x + 1x എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താ കിട്ടുക? -11x തന്നെയാണ് കിട്ടുക. ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്തു. ഇനി നിങ്ങൾ ഇതിനെ രണ്ട് സെക്ഷൻ ആക്കിയിട്ട് മാറ്റുക. ഇവിടെ രണ്ട് ടേംസും ഇവിടെ രണ്ട് ടേമും ആക്കിയിട്ട് മാറ്റുക. അങ്ങനെയാകുമ്പോൾ നിങ്ങൾക്ക് എന്താ കിട്ടുക? ഇവിടെ നിങ്ങൾ നോക്കൂ, 3യും എക്സും ഇതിൽ കോമൺ ഫാക്ടറാണ്. അപ്പോൾ നമുക്ക് 3 and x പുറത്തേക്ക് എടുക്കാം. അപ്പോൾ ഇവിടെ എത്രയായി? വെറും x ആയി. മൈനസ് ഇവിടെ എന്താണ്? 4 വന്നു. കണ്ടോ? -4 വന്നു. ഇനി എന്താണുള്ളത്? ഇവിടെ എന്താണുള്ളത്? x - 4, 1x - 4, അത് ഒന്നും എഴുതാനില്ല. x - 4. അപ്പോൾ നമുക്ക് ഈ രണ്ട് ടേമും സെയിം ആയി. ഓക്കെ, ഇവിടെ ഒന്നുമില്ല എന്നുള്ളതിൻ്റെ അർത്ഥം എന്താണ്? 1 പുറത്തുണ്ട് എന്നാണ്. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? 3x + 1 ഒരു ടേമായിട്ടും x - 4 വേറൊരു സെക്ഷനുമായിട്ട് നമുക്ക് എഴുതാം. ഇനി നമുക്ക് എന്താ വേണ്ടത്? ഈ 3x + 1ൻ്റെ 0 കാണണം, x - 4ൻ്റെ 0 കാണണം. നമുക്ക് കാണാം 3x + 1 എന്ന് പറഞ്ഞാൽ = 0 കാണണമെന്നുണ്ടെങ്കിൽ ആ എക്സ്പ്രഷൻ്റെ മുമ്പിൽ ഒരു 0 ഇട്ട് കൊടുത്താൽ മതി. 3x = -1 കിട്ടി, x = -1/3 കിട്ടി. അപ്പം ഒരു 0 എന്താണ്? -1/3 ആണ്. അടുത്തത് ഏതാണ്? x - 4, സെയിം വേ = 0. അപ്പോൾ നമ്മൾ എന്താ കിട്ടുക? x = +4 കിട്ടി. ഓക്കെ, അപ്പോൾ അടുത്ത 0 എന്താണ്? 4 ആണ്.
അപ്പോൾ നമുക്ക് 2 0 കിട്ടി. എക്സ് -1/3യും എക്സ് 4 കിട്ടി. ഇനി നമുക്ക് ഇതിൻ്റെ റിലേഷൻഷിപ്പ് എന്താ നോക്കാം. എന്താണ് റിലേഷൻ ബിറ്റ്വീൻ ദ 0 ആൻഡ് കോയിഫിഷ്യൻ്റ്? ഇവിടെ കോയിഫിഷ്യൻ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? 11x 3x 4 ഇങ്ങനെയാണ് നമ്മുടെ കോയിഫിഷ്യൻ്റ് വരുന്നത്. ഇത് തമ്മിലുള്ള റിലേഷൻഷിപ്പ് എന്താണെന്ന് നോക്കാം. ഇതിന് നമുക്ക് എന്ത് പറയാം? ആൽഫ എന്ന് പറയാം. ഇതിന് നമുക്ക് ബീറ്റ എന്നും പറയാം. ഓക്കെ, ദിസ് ഇസ് ആൽഫ ആൻഡ് ബീറ്റ. സീറോസ് ഓഫ് ദ പോളിനോമിയൽസിനെ നമ്മൾ വിളിക്കുന്നതാണ് ആൽഫ ബീറ്റ. വാട്ട് ഇസ് ദ റിലേഷൻ? അതിനൊരു ഫോർമുലയുണ്ട്. ആൽഫ പ്ലസ് ബീറ്റ ആണെങ്കിൽ നിങ്ങൾക്ക് എന്താണ് കിട്ടുക? -b/a ആണ് അതിൻ്റെ ഫോർമുല. അതേപോലെ ആൽഫ ഇൻറ്റു ബീറ്റ ആണെങ്കിൽ അതിൻ്റെ ഫോർമുല c/a. വാട്ട് ഇസ് എ, ബി ആൻഡ് സി? ലെറ്റ് സി. ഞാൻ പറഞ്ഞിട്ടുണ്ട് നിങ്ങളോട്, ഫസ്റ്റിൽ ഞാൻ ആദ്യത്തതിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. വാട്ട് ഇസ് ദ ജനറൽ ഫോം? ax² പ്ലസ് bx പ്ലസ് c. ഇതാണ് എ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ എന്താണ്? a = 3, b = -11 ആൻഡ് c = -4. ഇത്രയും കാര്യങ്ങൾ മനസ്സിലായോ? ഇനി ഇതിൻ്റെ റിലേഷൻഷിപ്പ് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ആൽഫ പ്ലസ് ബീറ്റ, അതായത് -1/3 പ്ലസ് 4, അതെന്തായിരിക്കണം എന്നാണ് പറയുന്നത്? -b/a -11. ഇതല്ലേ -b/a എന്ന് പറയുന്നത്? a എന്ന് പറഞ്ഞാൽ 3. ഓക്കെ, ഇതായിരിക്കണം എന്നാണ് പറയുന്നത്. എങ്ങനെയാണ് നോക്കാം. ഇതിൻ്റെ LCM കാണാം. നമുക്ക് ഫസ്റ്റ് 3യും 1ഉം അതിൻ്റെ LCM എന്ന് പറഞ്ഞാൽ 3 ആണ് വരിക. ഓക്കെ, കാണുന്നില്ല അല്ലേ? 3 ആണ് വരിക. 3യിൽ എത്ര പ്രാവശ്യം പോകും മക്കളെ? 1. 1 × -1 is -1 പ്ലസ് 3യിൽ 1 എന്ന് പറയുമ്പോൾ 3 × 4 is 12. അപ്പം ഇതെന്താ വേണ്ടത്? -1 പ്ലസ് 12 എന്ന് പറഞ്ഞാൽ 11. ഏറ്റവും വലിയ സൈന് 12ൻ്റെയാണ്. അപ്പോൾ പ്ലസ്സും മൈനസും -11/3 അല്ലേ? -11/3. ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞത് എന്തായിരുന്നു? ഇവിടെ നമ്മൾ നേരത്തെ കൂട്ടിയ സമയത്തും നമുക്കിവിടെ മൈനസും എന്താണ്? പ്ലസ് 11/3. 11/3 ആണ് ഇവിടെ ആൻസർ വന്നത്. 11/3 = 11/3. കണ്ടോ? നിങ്ങൾ ആൽഫ പ്ലസ് ബീറ്റ ചെയ്ത സമയത്തും -b/a ചെയ്ത സമയത്തും നമുക്ക് ആൻസർ എന്താ കിട്ടിയത്? 11/3 = 11/3. ഹെൻസ് പ്രൂവ്ഡ്. ഇത് രണ്ടും തമ്മിൽ സെയിം ആണ്. കണ്ടോ? നമ്മളതിന് രണ്ടും സെയിം ആണെന്ന് പറഞ്ഞു. സെയിം വേ നമ്മൾ വേറെ ഒന്നും കൂടി പറഞ്ഞിട്ടുണ്ടല്ലോ. ആൽഫ ഇൻറ്റു ബീറ്റ. എന്താണ് പറഞ്ഞത്? ആൽഫ ഇൻറ്റു ബീറ്റ = c/a. വാട്ട് ഇസ് ആൽഫ ഹിയർ? ആൽഫ എന്ന് പറയുന്നത് നമ്മൾ എന്താണ് പറഞ്ഞത്? ഇവിടെ ആൽഫ ഇസ് -1/3 ആണ്. -1/3 ഇൻറ്റു ബീറ്റ എന്ന് പറയുന്നത് എത്രയാണ്? ബീറ്റ എന്ന് പറയുന്നത് 4 ആണ്. 4 = c/a. What is c? Sorry, c is what? c നമ്മൾ കണ്ടിട്ടുണ്ട് -4/3. ഓക്കെ, -4/3. നോക്കൂ, -1 × -4 is -4/3 = -4/3. So this is also same. This is the relation between 0 and coefficient of the polynomial, coefficient of the quadratic polynomial. This is what? Quadratic polynomial relationship ആണ് നമ്മൾ ഇപ്പോൾ പഠിച്ചത്. മനസ്സിലായോ? ക്ലിയർ ആണോ ഇത്? നിങ്ങളൊന്ന് ഫസ്റ്റ് നോക്കൂ. നിങ്ങൾ എന്താ ചെയ്തതെന്ന് നോക്കൂ. ഫസ്റ്റ് നമ്മൾ സ്പ്ലിറ്റ് ഇൻ ദ മിഡിൽ ടേംസിൽ ചെയ്തു. ഇതിൻ്റെ 2 എണ്ണത്തിൻ്റെ സീറോസ് കണ്ടു. 3x + 1ഉം x - 4ഉം കണ്ടു. ഇതിൻ്റെ നമ്മൾ എന്താണ് 2 സീറോസ് കിട്ടി. -1/3 ആൻഡ് 4 കിട്ടി. ഈ -1/3 ഏതങ്ങോട്ടും ഇങ്ങോട്ടും എടുത്താലും പ്രശ്നമില്ല കേട്ടോ. ഏതെങ്കിലും ഒന്ന് ബീറ്റ, ഏതെങ്കിലും ഒന്ന് ആൽഫ ആക്കിയിട്ടെടുത്തു. ആൽഫ പ്ലസ് ബീറ്റ ഈ ഇക്വേഷൻ നിങ്ങൾ എന്തായാലും പഠിക്കണം. ഓക്കെ, ആൽഫ പ്ലസ് ബീറ്റ എന്ന് പറയുന്നത് എന്താണ്? -b/a ആണ്. അതുപോലെ മക്കളെ ഈ മൈനസ്, ഈ ബീൻ്റെ മൈനസ് അങ്ങനെ തന്നെ ഇടണം. അതിൻ്റെ ഒപ്പം നിങ്ങൾക്ക് വേറെ മൈനസ് ബിയിൽ വരുവാണെങ്കിൽ ആ മൈനസ് എക്സ്ട്രാ എണ്ണം കണ്ടോ? ഇവിടെ ഞാൻ മൈനസ് ഇട്ടു, അതിനുശേഷം -bൻ്റെ മൈനസും ഇട്ടു. 2 മൈനസ് നിങ്ങൾ 2 എണ്ണം വരുവാണെങ്കിൽ ഈ ബിയിൽ ഇവിടെ മൈനസ് വന്നതുകൊണ്ടാണ് ഞാൻ 2 മൈനസ് ഇട്ടത്. അതൊരിക്കലും മിസ്സാക്കാൻ പാടില്ല. അത് കഴിഞ്ഞിട്ട് നമുക്ക് ആൽഫ ബീറ്റ റിലേഷൻഷിപ്പ് നോക്കാൻ പറഞ്ഞു. അപ്പോൾ നമ്മളിവിടെ ആൽഫ കിട്ടിയ ആൽഫയും ബീറ്റയും പ്ലസ് ചെയ്തിട്ട് കിട്ടിയ ആൻസറും
ബി ബൈ എ. ഇതിൽ ബി ഏതാണ് എ ഏതാണെന്ന് ഞാൻ ഈ ഫോർമുലയിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. എ എക്സ് സ്ക്വയർ ആണ്. ഇനിയിപ്പോൾ ഒന്നുമില്ല, വെറും എക്സ് സ്ക്വയർ മൈനസ് 11x ആണെങ്കിൽ -4 എന്ന് പറഞ്ഞാൽ ഇവിടെ എ ഇസിക്വൽ ടു 1 നിങ്ങൾ എഴുതണം. ഓക്കെ, അവിടെ എ ഇസിക്വൽ ടു 1 എഴുതണം. അപ്പോൾ ഒന്നുമില്ല എന്ന് വിചാരിച്ചിട്ട് ഒരിക്കലും വിട്ടിട്ട് വരരുത്. എ ഇസിക്വൽ ടു 1 എഴുതിയിട്ട് ആ പ്രോബ്ലം കംപ്ലീറ്റ് ചെയ്യണം. മനസ്സിലായോ? ഇത് ക്ലിയർ ആണോ? ഇനി ഇതേപോലത്തെ ഒരു പ്രോബ്ലം കൂടി ചെയ്യണമെന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി. ഓക്കെ, ഇതാണ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ സീറോസ് ആൻഡ് കോഎഫിഷ്യൻസ് ഓഫ് എ ക്വാഡ്രാറ്റിക് പോളിനോമിയൽ. ഓക്കെ.